പത്തനംതിട്ട കൊറ്റനാട് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ തെറ്റ് സംബന്ധിച്ച മുൻ ഭൂവുടമ കേരള ബാങ്കിൽ വായ്പ നിലനിൽക്കെയാണ് മറ്റൊരാൾക്ക് ഭൂമി കൈമാറിയത് എന്ന് വിജയകുമാരൻ നായർ പറഞ്ഞു. സ്ഥലത്തിന്മേൽ കേരള ബാങ്കിൽ ലോൺ ഉള്ള കാര്യം പ്രഹ്ലാദന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും വിജയകുമാരൻ നായർ പറഞ്ഞു. വീട്ടിൽ വന്ന് ഭയങ്കര പരിപാടിയും പരിപാടിയൊക്കെ ആയിരുന്നു. ഈ സഹിക്കാൻ വയ്യാതെ ആധാരമെഴുത്തുകാരൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കാണാൻ പ്രശ്നമില്ലെന്ന് പൊക്കുള്ളൂ, പിന്നെ രജിസ്റ്റർ ചെയ്താൽ മതിയില്ല. എന്റെ ഈ കഷ്ടകാലം കിടക്കുന്നു. അങ്ങ് സാധനം എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇതെങ്ങനെ രജിസ്റ്റർ ആയി എന്ന് ചോദിച്ചാൽ എനിക്കൊരു വിവരമില്ല. കാരണം മുന്നാധാരം ബാങ്കിലിരിക്കുക. മറുവശം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെ ഒത്തു വിളിച്ചതല്ലേ. അന്നേ ഇത് രജിസ്റ്റർ ആകുമായിരുന്നു ഉറപ്പ് കിട്ടിയോണ്ടല്ലേ ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല. ഇപ്പൊ ഇങ്ങനെ പറ്റി. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വസ്തു ലാസ്റ്റ് വിൽക്കാൻ വേണ്ടി ബാങ്കുകാർ ഒത്തിരി ഇതിനകത്ത് കളിച്ചു. എന്റെ ഭാഗം തെറ്റുപറ്റി എനിക്കറിയാം. പക്ഷെ രജിസ്റ്റർ ആകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ആധാരം ഇല്ലല്ലോ, ആധാരം ഇല്ലാണ്ടെങ്കിൽ രജിസ്റ്റർ ആകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറ്റിപ്പോയി. എന്നാൽ ബാങ്കിൽ വായ്പയുള്ള കാര്യം മറച്ചുവെച്ചാണ് ഭൂമി വിറ്റത് എന്ന് നിലവിലെ ഭൂവുടമ പ്രഹ്ലാദൻ പറയുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കി ബാങ്കിനെ കബളിപ്പിച്ചതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേരള ബാങ്ക് അധികൃതരും വ്യക്തമാക്കി. AV ജയശങ്കർ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് കൊറ്റനാട് ഇത്തരത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീട് കേരള ബാങ്ക് ജപ്തി ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഈ വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ ഉള്ളിൽ കയറ്റുന്ന സംഭവം ഉണ്ടാകുന്നു. ഈ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് തങ്ങൾ കേരള ബാങ്കിൽ നിന്ന് ഒരു തരത്തിലുള്ള വായ്പയും എടുത്തിരുന്നില്ല. ഇതിന്റെ മുൻ ഭൂവുടമയ്ക്കാണ് ഇത് സംബന്ധിച്ച ഇടപാടുകൾ ഉണ്ടായിരുന്നത്. ഇക്കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു. എന്തായാലും ഈ മുൻ ഭൂവുടമ മുൻ ഭൂവുടമ ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരിക്കുന്നുണ്ട്. വിജയകുമാരൻ നായർ മുൻ ഭൂവുടമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഈ വീട്ടുകാർക്ക് ഇത്തരത്തിൽ ലോണും മറ്റുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇവരിൽ നിന്ന് പണം താൻ വാങ്ങിയിരുന്നു. പിന്നീട് ആ പണം തിരികെ നൽകാൻ കഴിയാതെ വന്നതോടുകൂടി ഇത്തരത്തിൽ ഈ സ്ഥലം ഇവർക്ക് ആധാരം എഴുതി നൽകുകയായിരുന്നു. അന്ന് രജിസ്റ്റർ ചെയ്യില്ല എന്ന ഉറപ്പിലാണ് ആധാരം എഴുതി നൽകിയത്. പിന്നീട് എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്തുവെന്നും മറ്റ് രേഖകൾ ഉണ്ടാക്കിയെന്ന കാര്യവും തനിക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ ഈ വിജയകുമാരൻ നായർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ഈ നിലവിൽ ഈ സ്ഥലം കയ്യിലുള്ള പ്രഹ്ലാദന്റെ ബന്ധുക്കളും പ്രഹ്ലാദനുമൊക്കെ ഈ ആരോപണം നിഷേധിക്കുകയാണ്. തങ്ങൾക്ക് ഇത്തരത്തിലുള്ള നടപടികളെക്കുറിച്ച് അറിയില്ല, തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നാണ് നിലവിൽ ഈ കുടുംബം പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കും നിയമ നടപടികൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോടതിയുടെ ഉൾപ്പെടെ അനുമതി വാങ്ങി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും നിയമം പാലിച്ചാണ് ജപ്തി നടത്തിയെന്ന് ബാങ്ക് വിശദീകരിക്കുന്നു. എന്തായാലും ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് കൂടിക്കൊണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും ഇത്തരത്തിൽ ആ കുടുംബം ഏറെക്കുറെ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ആ കുടുംബത്തിന്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള സർക്കാർ രേഖകളുമുണ്ട്. ഈ ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെയും മറ്റും ഉൾപ്പെടെ എല്ലാ രേഖകളുമുണ്ട്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഈ വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഈ ബാങ്കിൽ ലോണുള്ള ഭൂമിക്ക് ഇത്തരത്തിൽ ആധാരവും മറ്റ് രേഖകളും ലഭിച്ച കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകേണ്ടത് തന്നെയാണ്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.